ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ് ഈദ് മുബാറക്. ഇത് പെരുന്നാളിൻ്റെ രാവിലെയാണ്. ഉമ്മ പഴംപൊരിയും ഈത്തപ്പഴം പൊരിക്കലും ചെയ്യുന്നുണ്ട്. ഞാൻ രാത്രി മൈലാഞ്ചി വെച്ചതാണ്, നല്ല ചോന്നിട്ടുണ്ടായിന്. അപ്പോഴത്തേക്ക് ഹസ്ബൻഡും മക്കളെല്ലാം എണീച്ച് ഡ്രസ്സാക്കിയിട്ട് പള്ളിയിൽ പോയി. ഇന്ന് നേരത്തെയല്ല, ഇപ്രാവശ്യം 7:30 പള്ളി, അതുകൊണ്ട് അവർ നേരത്തെ പള്ളിയിൽ പോയി. നമ്മൾ പിന്നെ ഫുഡ് ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. ഇന്നലത്തെ രാത്രിത്തെ നെയ്പ്പത്തലെല്ലാം ഉണ്ട്. നമ്മൾ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കലില്ല. പഴംപൊരി, ഈത്തപ്പഴംപൊരി അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കലാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. അങ്ങനെ ബീഫ് ബിരിയാണിയിലേക്ക് എല്ലാം പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഗരം മസാല, മീറ്റ് മസാല, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിച്ചപ്പ്, പുതിന, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതിൻ്റെ എല്ലാം പേസ്റ്റ് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ പെരക്കി വെക്കണം. പെരക്കിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് വെച്ചാൽ അത്രയ്ക്കും നല്ലതാണ്. ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കാൻ എനിക്ക് ടൈം ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ വേവിക്കുകയാണ് ചെയ്തത്. പിന്നെ ബീഫ് ബിരിയാണി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നൊരു സ്റ്റൈൽ ഇങ്ങനെയാണ്. ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ഉണ്ടാക്കൽ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന് ഈ ബീഫ് ബിരിയാണി. ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. മുമ്പെല്ലാം ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ ഉപ്പും കുരുമുളകും മീറ്റ് മസാല ഇട്ടിട്ട് ബീഫ് കുറച്ച് വെള്ളത്തോടെ വേവിച്ചിട്ട് ആ ബീഫിൻ്റെ വെള്ളം എടുത്തിട്ട് നെയ്ച്ചോറുണ്ടാക്കിയിട്ട് അങ്ങനെയാണ്. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ വെച്ചിട്ടാകുമ്പോഴാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് മാറ്റുന്നുള്ളതാണ്. നമ്മൾ തപ്പാലയിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടുണ്ടായത്. അത് നേരെ നമ്മൾ കുക്കറിലേക്ക് മാറ്റി. കുക്കറിൽ കുറച്ച് വേവാനാവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആ വെള്ളം പിന്നീട് വറ്റിച്ചെടുക്കണം. അങ്ങനെ ഇപ്പുറത്ത് കോഴി പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അയൽവാസികൾക്ക്, ഹിന്ദുസിന് ഫുഡ് കൊടുക്കലുണ്ട് പെരുന്നാൾ ദിവസം. അങ്ങനെ അവർ ബീഫ് കഴിക്കൂലല്ലോ, അതുകൊണ്ട് എന്താക്കി അവർക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ കുഞ്ഞിക്കുട്ടൻ്റെ ലുക്ക്. പെരുന്നാളിൻ്റെ ഡ്രസ്സാണിത് എൻ്റെ മോൻ്റെത്. പിന്നെ അവനെ വീഡിയോസിലും ഫോട്ടോസ് എടുക്കാനൊന്നും കിട്ടൂല. അവന് ഡ്രസ്സ് കളയും. അങ്ങനെ പിന്നെ അയച്ചിടും. പിന്നെ 2-3 പ്രാവശ്യം കുളിയും കളിയും എല്ലാം ഉണ്ടോ എനിക്ക്. അങ്ങനെ അവർ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം കിച്ചണിലേക്ക് തന്നെ വന്ന് അതിൻ്റെ ഇടയിൽ പായസം ഉണ്ടാക്കണം. പിന്നെ ഇത് ചിക്കൻ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈ ആക്കിയിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മ പായസം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിക്കുട്ടൻ വന്നിട്ട് കരഞ്ഞോണ്ടുണ്ട്. ഡ്രസ്സ് അയക്കണം, എനിക്ക് മുറ്റത്ത് പോയിട്ട് കളിക്കണം, ഷൂ എല്ലാം ഇട്ടിട്ടാകുമ്പോൾ എനിക്ക് ഇടങ്ങേറാന്ന്. അങ്ങനെ അവന് കരഞ്ഞോണ്ടുണ്ടായിന്. നമ്മുടെ പായസത്തിനുള്ള സേമിയം, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. പായസം ഉണ്ടാക്കുന്നത് ഉമ്മയാണ്. ഞാനങ്ങനെ ബിരിയാണീൻ്റെ പ്രിപ്പറേഷനിലാണ്. അങ്ങനെ നമ്മൾ ബീഫ് ബിരിയാണിക്കുള്ള ഉള്ളി വേവാൻ വെച്ചിട്ടുണ്ട്. സാധാ പോലെ മസാല എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ആ ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കലാണ്. പിന്നെ വേറൊന്നും അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ മാത്രമാണ്. അതാണ് എൻ്റെ ബീഫ് മസാല. അങ്ങനെ നമ്മൾ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു ഭാഗം ഞാൻ മസാല എല്ലാം സെറ്റാക്കിയതിന് ശേഷം എൻ്റെ മോളെ റെഡിയാക്കാൻ വേണ്ടി വന്ന്. ഇതാണ് എൻ്റെ മോളെ പെരുന്നാളിൻ്റെ ഡ്രസ്സ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ മോളെ ഡ്രസ്സ് ഒക്കെ നല്ല പിടിച്ചിനാ എങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ എൻ്റെ മോളെ ഒരുക്കിയതിന് ശേഷം ഞാൻ ആദ്യം കിച്ചണിലേക്ക് തന്നെ വന്ന്. അങ്ങനെ കിച്ചണിൽ ഒരു വക പണിയെല്ലാം സെറ്റായിക്കൊണ്ട് വന്ന്. ഇനി ദമ്മിടാനുള്ള പണിയാണെന്നുള്ളത്. ദമ്മിടലെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ദമ്മിടലെന്ന് വെച്ചാൽ നമുക്ക് അനലെല്ലാം വെച്ചിട്ട് ഗ്യാസിൻ്റെ മുകളിലെല്ലാം വെച്ചിട്ടെല്ലാം ചെയ്യുന്നതല്ലേ. ഇതൊന്ന് സെറ്റാക്കി വെക്കുന്ന മാത്രം. ഇത് ചിക്കൻ ബിരിയാണി ഇട്ടതാണ്. ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പൂട്ട് മിക്സാക്കിയിട്ട് അതൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണിക്കുള്ളത്. ഇതങ്ങനെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വരും. ഞാൻ വേഗം വരണം,
എനിക്ക് ഇന്ന് എൻ്റെ പുരക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞിന്. അതുകൊണ്ട് അവരോട് നേരത്തെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിന്. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ ബീഫ് ബിരിയാണി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ 2 ലെയറായിട്ടാണ് ബീഫ് ബിരിയാണി സെറ്റാക്കുന്നുള്ളത്. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിട്ട് മോളെ റെഡിയാക്കാൻ പോയ ടൈമിന് ഉമ്മ എന്താക്കിയെന്ന് വെച്ചാൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്ച്ചോറ് വെക്കുമ്പോൾ അതിൽ തന്നെ ഇട്ടുപോയി. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഡെക്കറേഷൻ ചെയ്യാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇല്ല. അത് ചോറിലായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ചോറിൻ്റെ ടേസ്റ്റ് എല്ലാം കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുമ്പം വേറെ ഒന്നും ഇടുന്നില്ല. പൊരിച്ച ഉള്ളി, മല്ലിച്ചപ്പ്, ഗരം മസാല, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഓൾറെഡി ഇതിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ 2 ലെയറായിട്ട് നമ്മൾ മസാല എല്ലാം ചോറുമെല്ലാം സെറ്റാക്കി വെച്ച് അതും ഒരു ഭാഗത്ത് റെഡിയായി. അതിൻ്റെ ഇടയിൽ ഞാൻ കച്ചമ്പറും സെറ്റാക്കി വെച്ച് അങ്ങനെ നമ്മളെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഞാനൊന്ന് നിങ്ങൾക്ക് ഫുഡെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. ഇത് രാവിലത്തെ നെയ്പ്പത്തലയും പഴംപൊരി, ഈത്തപ്പഴംപൊരിയെല്ലാം ഞാനൊരു ബോക്സിലാക്കി വെച്ച്, പിന്നെ കച്ചമ്പർ, പിന്നെ ഇത് ചിക്കൻ പൊരിച്ചതാണ്. അങ്ങനെ ഇത് നമുക്കിപ്പോൾ ഉച്ചക്കേക്ക് മാത്രമേ വേണ്ടൂ. അങ്ങനെ ചിക്കൻ പൊരിച്ചിട്ടെല്ലാം സെറ്റാക്കി വെച്ച് ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായ അച്ചാർ. അങ്ങനെ നമ്മൾ എല്ലാവർക്കും പായസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പായസം എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഉമ്മാൻ്റെ അനിയത്തി മക്കളെല്ലാം വന്നിട്ടുണ്ടായിന്. അങ്ങനെ അവർ പായസമെല്ലാം കുടിച്ച് ജ്യൂസെല്ലാം കുടിച്ച് അവർ പോലായി. അവർക്കിന്ന് ഓളെ ഹസ്ബൻഡിൻ്റെ പുരക്കേക്ക് പോവാനുണ്ട്. അതുകൊണ്ട് അവർ പോയി. അതിന് ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിക്കാനിരുന്ന്. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്കും പോവാനുണ്ട്. പെരുന്നാളല്ലേ, പെരുന്നാൾ നമുക്കിങ്ങനെ പുരൻ്റെ ഉള്ളിൽ കൂടിയാൽ പോരല്ലോ, നമുക്ക് അടിച്ച് പൊളിക്കേണ്ട പെരുന്നാളേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി അങ്ങനെ നമ്മൾ പോവാൻ റെഡി ആയിട്ടുള്ളതാണ്. അങ്ങനെ ഉമ്മ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഉമ്മാൻ്റെ അനിയത്തീൻ്റെ പുരക്കേക്കാണ് പോകുന്നത്. ഉമ്മ ആടെയാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ പുരക്കേക്കുമ്പോൾ ഉമ്മ ആടെ നിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അല്ലെങ്കിൽ ഉമ്മാൻ്റെ ചെറിയ അനിയത്തീൻ്റെ പുരക്കാണ് നിൽക്കലുണ്ടായത്. അവരിന്ന് അവരെ മോളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയതുകൊണ്ട് ഉമ്മ ഇവിടെയാണ് നിൽക്കുന്നത്. ഉമ്മാനെ ഞാൻ കുറേ എൻ്റെ പുരക്കേക്ക് വിളിച്ചു, ഉമ്മ വരുന്നുണ്ടായിട്ട്. അങ്ങനെ അളാമ്മാൻ്റെ അടുപ്പ് ഞാൻ ഫുഡെല്ലാം നോക്കുന്നുള്ളതാണ്. ആടെ ഇറച്ചിക്കറി, കോഴി പൊരിച്ചത്, നെയ്ച്ചോറ്, പായസം. ഇതാണ് എപ്പോഴും അടുത്തൊരു ഫുഡ് ഇതാണ്. ഞാൻ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. നമ്മൾ ഫോട്ടോ എടുത്തിട്ടേ ഉണ്ടായിട്ട്. അപ്പം ഉമ്മാൻ്റെ അനിയത്തിയാറിന് ഈടെ ഇപ്പുറത്തെ പുരയിൽ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ലേ വരുന്ന മുറ്റത്തെ ഈ ഡെക്കറേഷനും കാര്യത്തിലെല്ലാം പോയിട്ട് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഫോട്ടോ എടുത്ത് എൻ്റെ കുഞ്ഞിക്കുട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ട് കുഞ്ഞിക്കുട്ടനെ ഉറക്കില്ലായിരുന്നു. അതിനോട് കുഞ്ഞിക്കുട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ചെറുതായിട്ടൊരു ഫോട്ടോ എടുത്തിന്. പിന്നെ മക്കളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് എന്നിട്ട് അവിടുന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ഞാൻ നേരെ എൻ്റെ പുരക്കേക്ക് പോയി കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ട് ബൈ.